കോട്ടയത്ത് യു.ഡി.എഫിന് ഉറച്ച പ്രതീക്ഷയുള്ളത് കോട്ടയവും പുതുപ്പള്ളിയും ഉൾപ്പെടെ 2 സീറ്റുകളിൽ മാത്രം. കടുത്തുരുത്തിയിലും വിജയിക്കാൻ കഴിയുമെന്നാണ് കണക്കുകൂട്ടൽ. ബാക്കിയുള്ള സീറ്റുകളിൽ ഇടതുപക്ഷത്തിന്റെ വിജയസാധ്യതയാണ് യു.ഡി.എഫ് കാണുന്നത്. പക്ഷേ പരാജയഭീതി പരസ്യമായി സമ്മതിക്കാനാകാത്ത നേതൃത്വം മികച്ച വിജയമുണ്ടാക്കുമെന്ന ആത്മവിശ്വാസമാണ് പരസ്യമായി പങ്കുവയ്ക്കുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോട്ടയം, പാല, പുതുപ്പള്ളി, കടുത്തുരുത്തി ഉൾപ്പെടെ 4 സീറ്റുകളിലാണ് യു.ഡി.എഫ് വിജയിച്ചത്. ഇക്കുറി പാല നഷ്ടപ്പെടുമെന്നാണ് യു.ഡി.എഫ് വിലയിരുത്തൽ. കടുത്തുരുത്തിയിൽ ചില അടിയൊഴുക്കുകൾ നടന്നെങ്കിലും വിജയിക്കാൻ കഴിയുമെന്നാണ് വിശ്വാസം. ശക്തമായ മത്സരം നടന്ന പൂഞ്ഞാറിൽ എന്തും സംഭവിക്കാവുന്ന സ്ഥിതിയാണ്. ബാക്കിയുള്ള സീറ്റുകളിൽ LDFന് വിജയസാധ്യതയെന്നാണ് താഴെത്തട്ടിൽ നിന്നും നേതൃത്വത്തിന് ലഭിച്ച റിപ്പോർട്ടുകൾ. പക്ഷേ ഈ പരാജയഭീതി തുറന്നു സമ്മതിക്കാൻ നേതാക്കൾ തയ്യാറല്ല. ജില്ലയിൽ എത്ര സീറ്റുകൾ വിജയിക്കുമെന്ന ചോദ്യത്തിന് മികച്ച വിജയമുണ്ടാകുമെന്ന മറുപടി മാത്രമാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണനുള്ളത്. കോട്ടയത്ത് ഞങ്ങൾ എല്ലാ സീറ്റിനും വേണ്ടിയാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഞാൻ വോട്ടെണ്ണുന്നതിന് മുമ്പ് കുറേ സീറ്റുകൾ ഒഴിവാക്കി പറയുക, കുറേ സീറ്റുകൾ ഞങ്ങൾക്ക് കിട്ടുമെന്ന് പറയുക, ആ അവകാശവാദത്തിന് പോകുന്നത് ശരിയല്ല, രാഷ്ട്രീയമായി ശരിയല്ല. ഈ ചോദ്യം കറക്റ്റാണ്, പക്ഷേ ഞാൻ അതിനൊരു മറുപടി പറയുന്നത് രാഷ്ട്രീയമായി ശരിയല്ല. ഭരണം ലഭിക്കുമെന്ന ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്ന നേതാക്കൾ മികച്ച നേട്ടം പ്രതീക്ഷിക്കുന്ന ജില്ലകളിൽ ഒന്നാണ് കോട്ടയം. അവിടെയും കാര്യങ്ങൾ അത്ര അനുകൂലമല്ലെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. ആ ആത്മവിശ്വാസക്കുറവ് സ്വകാര്യ സംഭാഷണത്തിൽ നേതാക്കൾ തുറന്നു സമ്മതിക്കുന്നുമുണ്ട്. സനോജ് സുരേന്ദ്രൻ, കൈരളി ന്യൂസ്, കോട്ടയം.